ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു എൻ്റെ ബോഡി കെയർ സ്കിൻ ഹെയർ കെയർ റൊട്ടീനാണ് കാണുന്നത്. റൊട്ടീൻ വെച്ചാൽ നൈറ്റ് ടൈമിൽ നമ്മൾ ബോഡി സ്കിൻ ഹെയർ ഒക്കെ നമ്മൾ നല്ലോണം പ്രിപ്പയർ ചെയ്യുകയോ നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് റിസൾട്ട് തരും. അത് കണ്ടിന്യൂസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് തരും. വീക്കിലി ഒരു ത്രൈസ് എങ്കിലും ഇതൊന്ന് ചെയ്യാൻ നോക്കുക. ഓക്കെ, എല്ലാ വർക്കിംഗ് മദേഴ്സിനും എല്ലാ വുമൻസിനും ലേഡീസിനായാലും കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനായാലും ഇതിൻ്റെ എല്ലാ ഇതും ചെയ്യണമെന്ന് ആവശ്യമില്ല. ഇതിൽ കുറച്ച് ചെയ്താൽ മതി. ഫസ്റ്റ് എൻ്റെ ബോഡി കെയർ ഞാൻ ചെയ്തായിരുന്നു. നല്ലൊരു ഷവർ എടുത്ത് നല്ലൊരു ഷവർ എടുത്തിട്ട് എന്നിട്ട് നല്ലൊരു ബോഡി ലോഷൻ റിലാക്സേഷൻ ബോഡി ലോഷൻ ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് നെക്സ്റ്റ് ഞാൻ സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്. നമ്മളുടെ കയ്യിലുള്ള സ്കിൻ കെയർ വെച്ച് തന്നെ ചെയ്താൽ മതി. ഈ പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. എന്ത് സ്കിൻ കെയർ ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ പ്രോഡക്റ്റ് വെച്ച് തന്നെ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ടോണർ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ ലിപ്പ് ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഒന്നെങ്കിൽ ലിപ്പ് ഓയിൽ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ ലിപ്പ് ബാം അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് മാസ്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സ്ലീപ്പിംഗ് മാസ്ക് യൂസ് ചെയ്യാം. ഈ സ്ലീപ്പിംഗ് മാസ്ക് അങ്ങനെ അധികം യൂസ് ചെയ്യുന്നവരെല്ലായിരിക്കും. ലിപ്പ് ബാം എന്തായാലും എല്ലാവരുടെ കയ്യിൽ കാണും, ഇല്ലെങ്കിൽ വാസലിനെങ്കിലും കാണും. ലിപ്പ് ബാം ആണ് ഒന്നും കൂടെ ക്ലിയർ ലിപ്പ് ബാമാണ് ഒന്നും കൂടെ നല്ലത്. നല്ലൊരു ക്ലിയർ ലിപ്പ് ബാം നല്ലൊരു തിക്ക് ലെയർ തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, നല്ലൊരു തിക്ക് ലെയർ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ കണ്ടിന്യൂസ് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്തായാലും നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ല ഇതിന് വേണ്ടി പ്രത്യേകിച്ച് പ്രോഡക്റ്റ് വാങ്ങിക്കണം ഞാൻ പറയത്തില്ല. എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റ് വെച്ചാണ് ഞാൻ ഫസ്റ്റ് തൊട്ടേ ഞാൻ എൻ്റെ സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും ഞാൻ ചെയ്യാൻ തുടങ്ങിയത് തന്നെ. കുറച്ചേനാണ് ഞാൻ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ തുടങ്ങിയത്. നെക്സ്റ്റ് ഞാൻ ഒരു സിറമാണ് അപ്ലൈ ചെയ്യുന്നത്. കാര്യം 30+ ഒക്കെ ആയവർക്കൊക്കെ ഒരു സിറം അപ്ലൈ ചെയ്യുന്നത് മസ്റ്റാണ്. നൈസിന് വേണ്ടി ഒരു സിറമാണ് അപ്ലൈ ചെയ്യുന്നത്. ഫേസ് ഫുള്ള് നല്ലൊരു സിറമാണ് കേട്ടോ. ഞാൻ സിറമിന് വേണ്ടി പ്രത്യേകിച്ച് ടോണർ മോയ്സ്ചറൈസർ അങ്ങനെ ഞാൻ യൂസ് ചെയ്തതിൻ്റെ പ്രോഡക്റ്റിൻ്റെ എല്ലാത്തിൻ്റെയും പ്രത്യേക വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. സിറം നല്ലോണം അബ്സോർവ് ചെയ്തിട്ട് ഞാനിത് ഫാസ്റ്റ് ഫോർവേഡ് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും സഡനായിട്ട് ചെയ്യുന്നതാണ്. ഞാനിത് ഫാസ്റ്റ് ഫോർവേഡ് കൊടുക്കുന്നതാണ്. ഞാനെല്ലാം സ്ലോ ടൈം എടുത്ത് ഓരോ സ്റ്റെപ്പും ചെയ്യുന്നത്. ഒരു 5 സെക്കൻഡ്സ് 2 മിനിറ്റ്സ് ഒക്കെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, മിക്സ്ഡ് മോയ്സ്ചറൈസർ നല്ലൊരു തിക്ക് ലെയർ മോയ്സ്ചറൈസർ, ഇല്ലെങ്കിൽ ഓവർനൈറ്റ് മോയ്സ്ചറൈസർ ആയാലും മതി. നല്ലോണം ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്യാം. നല്ലോണം അബ്സോർവ് ചെയ്യാനും വിടുക കേട്ടോ. മോയ്സ്ചറൈസർ നല്ലോണം അബ്സോർവ് ചെയ്യാൻ വിടണം. എന്നാലും നമ്മുടെ സ്കിൻ ബാരിയർ ചെന്നിട്ട് നൈറ്റിൽ നമ്മൾ റിലാക്സേഷൻ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നല്ലോണം അബ്സോർവ് ആയി സ്കിന്നിന് അതിൻ്റെ റിസൾട്ട് വരികയും ചെയ്യും. ഐ ക്രീം യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതും യൂസ് ചെയ്യും. ഞാൻ ഐ ക്രീം എടുത്തിട്ടില്ല ഇതിനകത്ത്. അത് കഴിഞ്ഞിട്ട് നല്ലൊരു റിലാക്സേഷൻ കിട്ടാൻ നല്ലൊരു ബോഡി മിസ്റ്റ് ഞാൻ അടിക്കും. ഇതൊരു എംകഫയുടെ ഒരു ബോഡി മിസ്റ്റാണ്. കോഫി ഫ്ലേവറാണ് ഇതിനകത്ത് നല്ലോണം നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു നല്ലൊരു റിലാക്സേഷൻ മൈൻഡ് നമുക്ക് വരും. നമുക്ക് പെട്ടെന്ന് ഉറങ്ങാനും ഒക്കെ നല്ലൊരു ബോഡി മിസ്റ്റ് അടിക്കുന്നത്. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ളതല്ല, ലൈറ്റ് പോലെ. ഇത് കോഫി സ്മെല്ല് ഇഷ്ടമുള്ള ഏത് സ്മെല്ല് വെച്ചാൽ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നില്ല, ക്ലോത്തിൽ അപ്ലൈ ചെയ്താലും മതി. ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് പെർഫ്യൂം യൂസ് ചെയ്ത് കേട്ടോ, ഒരിക്കലും പെർഫ്യൂം യൂസ് ചെയ്ത്. ഒന്നുമില്ലെങ്കിൽ ഡിയോഡ്രൻറ്റ് ക്രീം ഇപ്പോൾ അവൈലബിൾ ആണ്, അത് അപ്ലൈ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അലോവേറ ജെൽ അപ്ലൈ ചെയ്താലും മതി. അങ്ങനെ നമുക്ക് നിർബന്ധമൊന്നുമില്ല ബോഡി മിസ്റ്റ് അപ്ലൈ ചെയ്യണമെന്നുള്ളത്. പക്ഷെ പെർഫ്യൂം EDP EDE അതൊന്നും അപ്ലൈ ചെയ്യരുത് കേട്ടോ. ഇതുപോലത്തെ ബോഡി ഡിയോഡ്രൻറ്റ് ക്രീം ഇപ്പോൾ അവൈലബിൾ ആണ്, നമുക്ക് ട്രൈ ചെയ്യുന്നുണ്ട്, അതും ട്രൈ ചെയ്യുക. ഓക്കെ, സോറി കേട്ടോ, ഇടയ്ക്കൊന്ന് സ്റ്റക്കായിപ്പോയി. അപ്പോൾ അതും ഒന്ന് അപ്ലൈ ചെയ്യുക. ഇത് ഞാൻ ബോഡി ഡിയോഡ്രൻറ്റ് ക്രീംസ് കുറച്ച് ട്രൈ ചെയ്യുന്നുണ്ട്, അഫോർഡബിൾ റേഞ്ചിലുള്ളത്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെയാണ് നല്ലതെന്നുള്ളത് ഞാൻ എത്രയും പെട്ടെന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതേപോലെ പെർഫ്യൂമിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ചെയ്യുന്നതായിരിക്കും. നാക്ക് സ്ലിപ്പാവുന്നു, വെരി സോറി. അപ്പോൾ ഞാൻ സ്കിൻ കെയറും ബോഡി കെയറും കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റാണ് ഹെയർ കെയർ ചെയ്യുന്നത്. കാരണം ലാസ്റ്റ് നമ്മൾ ഹാൻഡ്സ് വാഷ് ചെയ്തിട്ട് ഹെയർ കെയർ നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു വുഡൻ കോമ്പ് എടുക്കുവാണെങ്കിൽ അത്രയും നല്ലത്. വുഡൻ കോമ്പ് എടുത്തിട്ട്, ഇല്ലെങ്കിൽ ഏത് കോമ്പായാലും ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും വൈറ്റ് കോമ്പ് യൂസ് ചെയ്യുന്നവരുണ്ട്. പ്ലാസ്റ്റിക് കോമ്പ് പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ വുഡൻ കോമ്പാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു മസാജ് നമ്മൾ വുഡൻ കോമ്പ് കൊണ്ട് തന്നെ നമ്മൾ സ്കാൽപ്പ് നല്ലൊരു ഹെയറിനൊക്കെ ഒന്ന് ഈരി കൊടുക്കുക. നല്ലോണം ഇന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുമ്പം എൻ്റെ മുടിയിൽ ഞാൻ അങ്ങനെ അഴിച്ചിട്ടിട്ട് ഡയറക്റ്റ് ഷേപ്പിനൊന്നും അങ്ങനെ ചെട കെട്ടിയോ അങ്ങനെ ഒന്നുമില്ല. കാരണം നമ്മൾ ഹെയർ കെയർ റൊട്ടീൻ എടുക്കുന്നതിൻ്റെ നമ്മുടെ ഹെയർ നമുക്കൊരു റിസൾട്ട് തരും. ഹെയർ കെയർ ആയാലും ബോഡി കെയർ നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുന്ന, നമ്മളിപ്പം പഠിക്കുന്ന കാര്യങ്ങളായാലും നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കത് ബൈ ഹാർട്ട് ആവുന്നത്. അതുപോലെയാണ് നമ്മൾ ചെയ്യുമ്പോഴാണ് ഒരു റിസൾട്ട് തരുന്നത്. ഇടയ്ക്ക് വെച്ച് 1-2 ദിവസം മുടങ്ങിയാലും കുഴപ്പമില്ല, പക്ഷേ കണ്ടിന്യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ ഞാൻ നല്ലോണം ഹെഡിന് നല്ലൊരു മസാജ് ചെയ്ത് കൊടുത്തു, സർക്കുലർ മോഷൻ നല്ലൊരു മസാജ് ചെയ്ത് കൊടുത്തു. കാരണം ബ്ലഡ് സർക്കുലേഷൻ നല്ലോണം സ്കാൽപ്പിൽ ഉണ്ടാവാനായിട്ടാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് വരും. ഞാൻ അത്യാവശ്യം ഹെയർ
സിറം ഈ നൈറ്റ് ടൈമിൽ ഹെയർ സിറം അപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരുപാട് ഹെയർ സിറം അഫോർഡബിൾ റേഞ്ചിലും ഹൈ എൻഡ് റേഞ്ചിലും ഉണ്ട്. ഞാനിത് അഫോർഡബിൾ റേഞ്ചിലുള്ളൊരു പ്രോഡക്റ്റാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളത്. 100-500 റുപ്പീസിനുള്ള സിറംസാണ് യൂസ് ചെയ്തത്. നല്ല സിറംസ് ഏതാണെന്ന്, ഹെയർ സിറം ഏതാണെന്നൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് വീഡിയോ ചെയ്യാം. ഞാൻ അത്യാവശ്യം ഈ സിറംസൊക്കെ യൂസ് ചെയ്തിട്ട് കുറേയൊക്കെ എംപ്റ്റീസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യാം കേട്ടോ. ഒരുപാട് വീഡിയോസ് ഞാൻ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഹെയർ സിറം, ഈ ഒരു സിറം മൊത്തം തീർന്നിട്ടാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത്. കാരണം കണ്ടിന്യൂസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സിറംസ് അത്യാവശ്യം എളുപ്പം തീരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അഫോർഡബിൾ റേഞ്ചിലുള്ള പ്രോഡക്റ്റിൻ്റെ കാര്യം ഞാൻ പറയാം. നല്ലോണം സ്കാൽപ്പിൽ നല്ലൊരു മസാജ് കൊടുത്തിട്ട് നല്ലൊരു റൊട്ടേഷൻ വന്നാൽ, ഇത് ഫാസ്റ്റ് ഫോർവേഡ് ആയതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ തോന്നുന്നത്. നല്ല സമയമെടുത്ത് നല്ലൊരു മസാജ് കൊടുക്കുക. നെക്സ്റ്റ് ഒരു സിറം, ഏതെങ്കിലും ഒരു സിറം നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഏത് സിറമാണ് അപ്ലൈ ചെയ്യുന്നത് അതൊന്ന് ലെങ്ത്തിൽ, സ്കാൽപ്പിലല്ല ഹെയർ ലെങ്ത്തിലും ഹെയർ ടിപ്സിലും ഒക്കെ ഒന്ന്, ടിപ്സിൽ വെച്ചാൽ ആ ലെന്തിൻ്റെ എൻഡ്സിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഫ്രിസിനെസ് അതേപോലെ സ്പ്ലിറ്റ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ലോണം മാറാൻ സഹായിക്കും. ഇതൊരു ഒരു തിക്കാണോ അല്ല, എന്നാൽ വാട്ടർ ടൈപ്പാണോ അല്ല, അതുപോലത്തെ ഒരു സിറമാണ്. നല്ലൊരു സിറമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് അപ്ലൈ ചെയ്യും. എൻ്റെ കയ്യിൽ അന്നേരം എന്താണ് ലെങ്ത്തിന് കിട്ടാൻ പറ്റുന്ന സിറം, ഒന്നെങ്കിൽ സിറം ആയിരിക്കും, അല്ലെങ്കിൽ ക്രീംസ്, നല്ലൊരു ക്രീംസ് കിട്ടും, ഹെയർ കെയർ ക്രീംസ് കിട്ടും. അങ്ങനെ അത് എന്തെങ്കിലും ഹെയർ ലെങ്ത്തിൽ ഞാൻ അപ്ലൈ ചെയ്യും. എന്നിട്ട് നല്ല അബ്സോർവ് ചെയ്യാൻ വിട്ടിട്ട് ഒന്ന് ഈരിയിട്ട് നല്ലോണം ഒന്ന് കോംബ് ചെയ്തിട്ട് നല്ലൊരു കോമ്പിങ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ എന്നിട്ട് ഹെയർ കെട്ടി വെക്കുന്ന ഇത് ചെയ്യത്തില്ല, മടക്കി ക്ലിപ്പിട്ട് വെക്കുന്നതാണ് പതിവ്. കാരണം ഞാൻ ബ്രൈഡ്സ് ഇടുമ്പോൾ നമ്മൾ കിടക്കുമ്പോൾ അതിലിട്ട് ഒരുപാട് അതിനെ ഡിസ്റ്റർബ് ചെയ്യും. ഹെയർ ക്യാപ്പൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് കിടക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. കാരണം ഹെയർ നല്ല പ്രൊട്ടക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. എൻ്റെ കയ്യിൽ ഹെയർ ക്യാപ്പ് ഇല്ല. അപ്പം അതെന്തായാലും ഒന്ന് വാങ്ങിക്കണം. ഹെയർ ക്യാപ്പ് ഇടുവാണെങ്കിൽ ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്നും ചെയ്തില്ല, നല്ലൊരു ഷൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹെയറിന് നല്ലൊരു റിസൾട്ട് വരും. ഞാൻ ഒന്നെങ്കിൽ സ്കാൽപ്പിൽ സിറം യൂസ് ചെയ്ത സമയത്ത് ഈ ഒരു സ്പ്രേ ടൈപ്പ്, റോസ്മെരി ടൈപ്പ് സ്പ്രേ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ, അതായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ സിറം ഇല്ലെങ്കിൽ സ്പ്രേ, ഇത് ടൈപ്പ് സ്പ്രേ, ഇതിലേതെങ്കിലും ഒന്നാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ലെങ്ത്തിൽ ഏതെങ്കിലും സിറമോ ഇല്ലെങ്കിൽ ക്രീംസോ, ഹെയർ ക്രീംസോ ഞാൻ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തിട്ട് ഹെയർ നല്ലോണം ചീരി നല്ലൊരു മസാജും കൊടുത്തിട്ട് കെട്ടി ഒരു ക്ലച്ച് ക്ലിപ്പ് കൊണ്ട് വെക്കുന്നതാണ് പതിവ്. ഹെയർ ക്യാപ്പ് പോലത്തെ ടൈപ്പ് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എല്ലാം അണ്ടർ 500 റുപ്പീസുള്ള പ്രോഡക്റ്റാണ്. ഒന്നും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല. 500 ആണ് എൻ്റെ ഹെയർ കെയർ ആയാലും ബോഡി കെയർ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ല. ചിലതൊക്കെ ആയിരിക്കും ഹൈ എൻഡ് എന്ന് പറയാൻ ഒക്കത്തില്ല. എനിക്ക് പക്ഷേ അത് ഹൈ എൻഡാണ്. ഇന്ന ലക്ഷറി ആണെന്ന് ചോദിച്ചാൽ അതുമല്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കെട്ടി വെച്ചിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ബോ വെച്ചതേ ഉള്ളൂ. നല്ലൊരു റിഫ്രഷിങ്ങും കിട്ടും. അപ്പം ഇത്രയും ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഹെയറിനും എൻ്റെ സ്കിന്നിനും അത്യാവശ്യം ഞാൻ ഫേസിലൊന്നും ഇല്ല, മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്തു. പക്ഷേ നല്ലൊരു ഗ്ലാസ് സ്കിൻ എഫക്റ്റ് നമുക്ക് ഫേസിൽ കിട്ടുന്നുണ്ട്. ഹെയറിനായാലും നല്ലൊരു ഗ്ലേസിനെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹെയർ കെയർ പോലെ ഇരിക്കും. ഇതുപോലത്തെ വീഡിയോസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന്